ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിരി വരും. ആ ചിരി വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 2 ദിവസം മുമ്പുള്ള ഹർത്താലിനെ പറ്റി ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബാക്കിയായിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. ഹർത്താൽ അനുകൂലി ബൈക്കിലെത്തിയിട്ട് സമരം ചെയ്യാൻ നോക്കി. അപ്പോൾ ഒരു നാട്ടിലുള്ള ഒരു ജനം, അയാൾ സമരാനുകൂലിയാണോ ഇനി അവിടെ കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് അറിയത്തില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, താനും ഹർത്താൽ നടത്താൻ വന്നതാണെന്നെങ്കിൽ അനുകൂലി തൽക്കാലം ആ ബൈക്ക് അവിടെ സൈഡാക്കി വെച്ചിട്ട് തൽക്കാലം ഇറങ്ങി ഹർത്താൽ ചെയ്യാൻ പറഞ്ഞു. ശരിയാണ്, ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ ഹർത്താൽ നിതിൻ രാജിൻ്റെ മരണമാണ്. അത് സംഭവമൊക്കെ അയാൾക്ക് നീതി കിട്ടണതൊക്കെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്. പഴയ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവൻ വലിയ മാന്യനായിട്ട് ബൈക്കിൽ വന്നു ഹർത്താൽ നടത്താനായിട്ട്, ഹർത്താൽ ആഹ്വാനം ചെയ്യാനായിട്ട്, ഹർത്താൽ കട അടപ്പിക്കാനും മറ്റുള്ള സ്ഥാപനങ്ങൾ അടപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവൻ ബൈക്കിൽ വരുന്നത്. ഇവനൊരു ഹർത്താൽ അനുകൂലിയാണെന്നുണ്ടെങ്കിൽ ഇവൻ നടന്നു വരണം. അപ്പോൾ അവിടെ തൊട്ടടുത്ത് പോലീസ് ജീപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ തടഞ്ഞ അയാൾ ചെന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരോട് ഇവൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാർ ഇവനെ ചോദ്യം ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളുടെ പേര് കേസെടുക്കണം എന്നുള്ളതാണ്. എന്നാലും പോലീസുകാർ അതിന് സമ്മതിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പോലീസുകാർക്ക് ന്യായമുണ്ടല്ലോ, അവരും ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കത്തുള്ളൂ. അല്ലാതെ ആക്രമണത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലീസുകാർ എല്ലാവരും ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ ഇവൻ ചെയ്ത അനീതിയാണെന്നുള്ള പോലീസുകാർക്ക് അറിയാം. ആ പോലീസുകാർ ആ രീതിയിൽ അവൻ്റെ പിന്നാലെ അവൻ്റെ കൂടെ കൂടിയിട്ടില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഇവനെ തടഞ്ഞ് ആ വഴിയാത്രക്കാരൻ തന്നെയാവും, അല്ലെങ്കിൽ നാട്ടുകാരൻ ആരെങ്കിലും ഒരാളാവും. അദ്ദേഹം വളരെ ഇതായത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവരെ തടഞ്ഞു വെച്ച് താൻ ഇറങ്ങി നടക്കണോ, താൻ ഇറങ്ങി സമരം ചെയ്യണമെന്ന് പറയുന്നൊരു രംഗമുണ്ട്. അത് നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരു വണ്ടി ഒരു കാര്യമുണ്ട്, ഹർത്താലിന് വണ്ടി പിടിച്ച് വെക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വണ്ടി നടന്നു പോയിട്ട് നടന്നു പറഞ്ഞിട്ട് ഇറക്കിയിട്ട് വണ്ടി പിടിച്ച് വെച്ചിട്ടു. അപ്പം വേറെ വണ്ടി എന്താ, അത് വണ്ടിയല്ലേ ഓടിക്കുന്നത്. നടന്നു വേണ്ടി പിടിച്ച് വെച്ചിക്കോ, ഒരു കുഴപ്പമില്ല. ജെയിൻ, എന്താണ് ഉണ്ടായത്? കണ്ടില്ലേ, അതാണ് വീഡിയോ. അല്ല, അത് അങ്ങനെ വേണം. നാട്ടുകാരായി കഴിഞ്ഞാൽ അങ്ങനെ വേണം, അല്ലെങ്കിൽ പൊതുജനങ്ങളായാലും അങ്ങനെ വേണം. പോലീസുകാർ അതിൽ അവൻ്റെ സപ്പോർട്ട് നിൽക്കുന്നു വെച്ചു, പക്ഷേ നിന്നില്ല. പോലീസുകാർ ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെ നിന്നിട്ടുള്ളൂ. അല്ല, അങ്ങനെ വേണം. കാരണം അവൻ വലിയൊരാളായിട്ട് അവൻ ഈ ബൈക്കിൽ കയറി വന്നിട്ട് ഞെളിഞ്ഞു ഇരുന്നിട്ട് അവൻ ഇത് സമരം ചെയ്യാൻ വരിക. അത് മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരെ സമരം ചെയ്യുന്നവരൊക്കെ. എന്നിട്ട് ഇയാൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരാളുടെ അപ്പം ഒരു കൊടിയും ഒരു ബാനറും പൊക്കി പിടിച്ച് പോണ കണ്ടു. അയാൾ തന്നെ ആവും, മനസ്സിലായില്ലേ? ഇങ്ങനെ കൈയൊക്കെ നാട്ടിയിട്ട്, മനസ്സിലായില്ലേ? വെറുതെ നാണം കടാൻ നിൽക്കേണ്ട കാര്യമുണ്ട്. അത് ആ നാട്ടുകാരെ സമ്മതിക്കണം, അയാളെ അഭിനന്ദിക്കണം. അപ്പോൾ അയാൾ സമരക്കാരൻ തന്നെ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പോൾ അയാൾ ചെയ്തത് കുഴപ്പം വളരെ നല്ല കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ ഇവനെ പോലെ ഇങ്ങനെ ചെത്തി നടന്ന് ബൈക്കിൽ വന്നിട്ട് സമരം ചെയ്യുക, അതടക്കട ഇതടക്കട കട അടക്കട മറ്റടക്കട എന്ന് പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ല. ഇപ്പോഴും ഈ സമരത്തെ പ്രതി അനുകൂലിച്ച് കുറേ ആളുകൾ വരുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമരം നടന്നോട്ടെ, പക്ഷേ ഈ പൊതുജനങ്ങളെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള രോഗികളെ വഴിമുടക്കുക, അവരെ തടയുക. പിന്നെ സ്ത്രീകളും കുട്ടിയെയും തടഞ്ഞു. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്, അത് ഒരുമിച്ച് കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ അതിലൊരു യൂട്യൂബറുണ്ട്. ആ യൂട്യൂബറിൽ ഒരു സ്ത്രീ ഇരുന്ന പോലീസുകാരെ പച്ചത്തെറി വിളിക്കുന്നുണ്ട്. പോലീസുകാരെ പിണറായിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ, അത് പോലീസുകാരെ തെറി വിളിക്കുന്നത്. എൻ്റെ അമ്മേനെ കെട്ടിക്കാനുള്ള സമരം ചെയ്യുന്ന മറ്റാണ് മറിച്ച് സമരം ചെയ്യുന്നവരെ വണ്ടി തടുക്കാതെ വിടുന്നത്, മറ്റാണ് മറിച്ചാണ് മാങ്ങാത്തോലിയാണെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ശരിക്കും 8ൻ്റെ പണി തന്നെ കിട്ടാൻ പോവുകയാണ്. പോലീസുകാർ ഈ തെരഞ്ഞു പിടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ രോഗീനെ തടുത്ത അയാളെ പിടിച്ചെന്ന് പറയുന്നു, അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ ന്യൂസ് ഞാൻ കണ്ടില്ല, ഹെഡ്ലൈൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ശരിക്കും ആ ന്യൂസ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇപ്പോൾ ഇത് നിർത്തുകയാണ്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പുതിയതായിട്ട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ കൂടി ചെയ്യും. എന്തായാലും ഇതൊന്നും ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയായാലും ഇത് ജനങ്ങൾ അറിയണം.
അപ്പോൾ ഇങ്ങനെയുള്ള സമരാനുകൂലികളൊക്കെ പോക്കീർത്തരം ചെയ്യാൻ പറ്റില്ല. സമരാനുകൂലി സമരം ചെയ്യണം, സമരത്തിൻ്റെ രീതിയിൽ സമരം ചെയ്യുക. അല്ലാതെ ബൈക്കിൽ കയറി ഞെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കടതല്ലി പൊളിച്ചിട്ടോ എന്ത് അവരത് എന്ത് നാറി സമരമാണ് ചെയ്തത്. ഇവന് നിതിൻ രാജിന് നീതി കിട്ടാനാണ്. അനീതി കിട്ടുള്ളൂ, അനീതി. ഇങ്ങനെയാണെങ്കിൽ നീതി കിട്ടൂല, അനീതി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സായികൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണ ഈ സമരത്തെ പറ്റിയിട്ട് ശക്തമായി വാദിക്കുന്നുണ്ട്. അത് ചില യൂട്യൂബർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞ ശരി തന്നെയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അതായത് രോഗിയെ തടയരുത്. അതൊക്കെ ശരി തന്നെയല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഒരു യൂട്യൂബർ പറയുന്നുണ്ട്, അവൻ്റെ വീഡിയോ തന്നെയാണ് എന്നിട്ട് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകൾക്ക് രോഗികൾക്ക് തലേദിവസം വന്ന് റൂം എടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് കടക്കാൻ പറ്റത്തില്ല. ഈ സമരത്തിൻ്റെ അന്നാണ് ആ ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവനൊന്നും തീരെ വിവരവും ബുദ്ധിയും ഇല്ല. സമരം നോക്കിയിട്ടാണ് രോഗം വരുന്നത്. സമരത്തിൻ്റെ അന്ന് തന്നെ രോഗം വരുന്ന എത്ര ആൾക്കാരുണ്ട്. സമരത്തിൻ്റെ അന്ന് തന്നെ ചിലപ്പോൾ ആൾക്കാർ മരിച്ചു പോവുകയാണ്. സമരത്തിൻ്റെ അന്ന് തന്നെ ഞാൻ പിന്നെ സമരത്തിൻ്റെ തലേദിവസം മരിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കുമോ? ചില സമയം അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ മരിക്കും. അതേപോലെ തന്നെ ഈ രോഗം വരുന്നത്, നിസ്സാര ഒരു പനി വരുന്നത് തന്നെ. ഇപ്പം നമ്മൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നത്, ചിലപ്പോൾ നമ്മൾ സമരത്തിൻ്റെ അന്നാവും ചിലപ്പോൾ നമുക്ക് പനി വരുന്നത്. പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ടേ? അല്ലെങ്കിൽ ഒരു അപകടം, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഹോസ്പിറ്റലിൽ പോകണ്ടേ? അല്ലെങ്കിൽ മരത്തെ കയറി മരത്തിൽ നിന്ന് വീണു, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇതൊക്കെ സമരം നോക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ അത്യാഹിതങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് സമരം നോക്കിയിട്ടാണ്. ഇവനൊന്നും തീരെ ബുദ്ധി എന്ന് പറയുന്നില്ല. ഇവനൊക്കെ എന്ത് യൂട്യൂബറാണെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ലേ? പരീക്ഷ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തലേദിവസം അവിടെ പരീക്ഷാ സെൻറ്ററിന് തലേദിവസം അവിടെ വന്ന് കടക്കാൻ പറ്റുമോ? ചിലർ പിന്നെ ബസ് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ റാന്നിലൊരു ചെറിയാൻ തോമസ് പറഞ്ഞൊരു ആളെ മധ്യവയസ്കനെ മർദ്ദിച്ചെന്ന് പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ഹർത്താൽ അനുകൂലികൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർത്താലിൽ വണ്ടിയൊന്നും തടുക്കത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുത്ത് ഓടിക്കുമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ ജോലിക്കാര്യത്തിന് അദ്ദേഹം പോയത്. അന്നേരം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അടിക്കുന്നു. ചേറ്റത്തരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? നാറിയ പരിപാടി. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ, കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകത്തുള്ളൂ.